അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇവിടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ യുവജനങ്ങളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 45 വയസ്സിന് താഴെയുള്ളവരാ മാത്രമേ ഈ ക്യാമ്പിലുള്ളൂ. തീർച്ചയായും പ്രബുദ്ധ യൗവനം എന്ന ശീർഷകത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. പുതിയ കാലത്തെ യുവാക്കൾ ഇടപെടേണ്ട, ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, അപ്ഡേറ്റ് ചെയ്യേണ്ട ചില മേഖലകളെ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുമായി സംവദിക്കും. പ്രിയപ്പെട്ട മുസ്തഫ സാർ നമ്മളോട് ആദ്യമായി സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ഒരു സമൂഹം മുന്നേറിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ്. അതിലൊന്നാമത്തത് അവരവരുടെ സ്വത്വത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും അതിൽ ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ നിലകൊള്ളുന്ന ഒരു വിശ്വാസ ആദർശ സംവിധാനത്തിൽ ഉയർന്ന അഭിമാനബോധമുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് തീർച്ചയായും അയാൾ കടന്നു പോകുന്ന സമൂഹവുമായി, അതിലെ മറ്റ് സമൂഹങ്ങളുമായി സാംസ്കാരികമായി കണ്ണി ചേർക്കപ്പെടുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കേണ്ടതാണ്. അങ്ങനെ ഒരുമിച്ച് സംഭവിക്കുന്നതിന് നമ്മുടെ സാംസ്കാരിക വിശേഷങ്ങളുമായി, ഭാഷയുമായി, ആ ഭാഷയിലെ വിവിധ പരീക്ഷണങ്ങളുമായി ഒക്കെ നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ടാകേണ്ടതുണ്ട്. ഗംഭീരമായ ഒരു ആശയവിനിമയ ശേഷി നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാതെ പോവുകയോ മറ്റ് സമൂഹങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും നിങ്ങൾ പറയുന്നതിൽ അവ്യക്തതയുണ്ടെങ്കിൽ. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മാതൃക തന്നെ ഏറ്റവും ലളിതമായും കൃത്യമായും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യത്തിൽ ആദ്യത്തേത് തന്നെ ഉത്തരവാദിത്വം എന്നാണ്. ഈ ഉത്തരവാദിത്വം എന്നതിന് വാക്കുകളോടുള്ള ഉത്തരവാദിത്വം അടങ്ങിയിട്ടുണ്ട്, ഭാഷയോടുള്ള ഉത്തരവാദിത്വം അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തോടുള്ള ഉത്തരവാദിത്വവും അടങ്ങിയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും വളരെ വേദനയോടെ, അങ്ങേയറ്റം പശ്ചാത്താപത്തോടെ, എത്രമാത്രം ക്ഷമ പറഞ്ഞാലും തീരാത്ത നിരുത്തരവാദപരമായ ഒരു വാക്ക് പ്രയോഗിച്ചത് ഞങ്ങളുടെ തലമുറ ഇപ്പോഴും ഓർക്കും. അതിതായിരുന്നു, ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെയുള്ള പെൺകുട്ടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ചരക്ക് എന്നായിരുന്നു. അവൾ നല്ല ചരക്കാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഡിസ്ട്രക്റ്റീവാണ് ആ പദം, എത്ര നിഗ്രഹാത്മകമാണ് ആ പദം. എൻ്റെ കൂടെ പഠിക്കുന്ന സ്വന്തം കൂടെയുള്ള പെൺകുട്ടിയെ ചരക്ക് എന്ന് വിളിക്കുന്നത് കാണാൻ കൊള്ളാമെന്ന അർത്ഥത്തിലായിരിക്കും, പക്ഷേ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചരക്ക് മാത്രമായി അവളെ കാണുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ ഒരു നിലപാടിൻ്റെ കൂടി പ്രതിഫലനമാണ് ആ വാക്ക്. അപ്പോൾ ഒരു വാക്കിന്
തീർച്ചയായും നമ്മൾ പ്രയോഗിക്കുന്നൊരു വാക്കിന് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ചെറ്റത്തരം എന്നൊരു വാക്ക് നമ്മൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. കാരണം അത് വളരെ ഡിസ്ട്രക്റ്റീവാണ്. ചെറ്റ വീട്ടിൽ താമസിച്ച ഒരാളുടെ സ്വഭാവത്തെയാണ് നമ്മൾ ആക്ഷേപിക്കുന്നത്. മാളികത്തരം എന്നൊരു വാക്കില്ലല്ലോ, മാളികത്തരം എന്നൊരു വാക്കില്ലല്ലോ, ഒരു തെറിയില്ലല്ലോ. അപ്പോൾ ഒരു വാക്കിന് തീർച്ചയായും ജാതിയുണ്ട്, മതമുണ്ട്, വിശ്വാസമുണ്ട്, പ്രാദേശിക വകഭേദമുണ്ട്, ചരിത്രമുണ്ട്. ഒരു വാക്ക് രൂപപ്പെട്ടു വരുന്നതിന് ഇതെല്ലാം ഉണ്ട്. വാക്ക് എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? പിണറായി വിജയൻ സഖാവ് ഒരു ഗുഡ് മോർണിംഗിൽ ഒരു വാക്ക് ഉദ്ഘാടനം ചെയ്യുന്നില്ല. വാക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പൂവിരിഞ്ഞ് കണ്ടിട്ടേ ഉള്ളൂ, പൂവിരിയുന്നത് കണ്ടിട്ടില്ല എന്നതുപോലെ വാക്കുകൾ നിരന്തരം നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ വാക്കുകളുടെ രാഷ്ട്രീയം എന്താണ്? ആ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ എത്രമാത്രം ശരി അതിനകത്തുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ഒരു പ്രബുദ്ധ യൗവനത്തിൻ്റെയും ഈ സമൂഹത്തിൽ സാംസ്കാരികമായി ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ആസുരകാലം. ആസുരകാലം, ആസുരകാലം എന്ന് പറയുന്നത് ദേവന്മാർ ഭരിക്കാത്ത മനുഷ്യർ ഭരിക്കുന്ന ഒരു കാലത്തെയാണ് നമ്മൾ ആസുരകാലം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഉത്തരവാദിത്തത്തോടെ സംസാരിക്കലായി. അർത്ഥമറിയാതെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് നിരുത്തരവാദപരമായ ഭാഷാ പ്രയോഗമായി. അതാണ് കലികാലം എന്ന് നമ്മൾ തന്നെ പ്രയോഗിക്കാറുണ്ട്. സത്യത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു കാലത്തെയും നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ്. കാലം അതിൽ ജീവിക്കുന്ന നിങ്ങളാലാണ് ദുഷിച്ചു പോകുന്നത് എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന പദങ്ങൾ, അവയുടെ അർത്ഥഭേദങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭാഷയോടുള്ള ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ കരുതുന്നു. പുതിയ വാക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ വൈബ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചതുപോലെയല്ല, നേരത്തെ ഉപയോഗിച്ചതുപോലെയല്ല ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൊളി എന്ന വാക്ക്, പൊളി എന്ന വാക്ക് ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ താഴെ ആളുകൾ പൊളി 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 എന്നിടും. അത് കുഴപ്പമായി എന്നല്ല അർത്ഥം, ഗംഭീരമായി എന്നാണ് അർത്ഥം. അർത്ഥം മാറുകയാണ്. പഠിപ്പി എന്നൊരു വാക്കുണ്ടായിരിക്കുന്നു, പഠിപ്പി. വെറുപ്പി എന്നൊരു വാക്കുണ്ടായിരിക്കുന്നു, ബെസ്റ്റി എന്നൊരു വാക്കുണ്ടായിരിക്കുന്നു. അർത്ഥം അറിയാവുന്നതും അറിയാത്തതുമായ നിരവധിയായ വാക്കുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോകുമ്പോഴാണ് പ്രബുദ്ധമായ മറ്റുള്ളവരോട് ആത്മവിശ്വാസത്തോടെ ആശയവിനിമയം നടത്താനുള്ള ശേഷി നമുക്കുണ്ടാകുന്നത്. നമ്മൾ ഈ ക്യാമ്പംഗങ്ങൾ തീർച്ചയായും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു രസമാണ് ഞാൻ പറയുന്നത്. ഇതൊന്നൊരു ഉത്തരവാദിത്വമോ ഭയങ്കര വലിയൊരു ബുദ്ധിപരമായ പ്രവൃത്തിയായി നിങ്ങൾ കാണേണ്ട. രസം തേടി പോകുന്നതിൻ്റെ ഭാഗമായി വാക്കുകളെ അവയുടെ വീട്ടിൽ ചെന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. ആ വാക്കുണ്ടായി വന്നതിൻ്റെ ഒരു വഴിയുണ്ടായിരിക്കും. ആ വഴി തേടി പോകാൻ പറ്റും. ആ വാക്കിൻ്റെ വീട്ടിൽ ചെല്ലുക എന്ന് പറയുന്നത് ആ വഴിയിലൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളൊരു വാക്ക് തേടി ചെന്നാൽ ചായയും സല്ലാപവും മാത്രമല്ല, തീർച്ചയായും പുതുതായി ഭവാൻ തീർത്ത ചാരുവാം കവിതയും നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റും. വാക്കുകളുടെ അർത്ഥം അറിഞ്ഞ് തന്നെ പോകണം എന്നുള്ളതാണ്. നിങ്ങളൊരു പ്രസംഗത്തിൽ, പ്രിയപ്പെട്ടവരെ, അനിശ്ചിതാവസ്ഥ, മനുഷ്യൻ്റെ അനിശ്ചിതാവസ്ഥ, മനുഷ്യൻ്റെ നിസ്സാരത സൂചിപ്പിക്കാൻ ഒറ്റ വാക്ക് മതിയാവും എന്ന് ഞാൻ ഉദാഹരണമായി പറയാം. ഒറ്റ വാക്കിൻ്റെ അർത്ഥം പഠിച്ചാൽ മതിയാവും. അതേതാണ്? മനുഷ്യൻ എന്നതിൻ്റെ പര്യായം എന്താണ്? മർത്യൻ എന്നാണ് മനുഷ്യൻ എന്നതിൻ്റെ പര്യായം. മർത്യൻ. മർത്യൻ എന്ന വാക്കിനകത്ത് തന്നെ